ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനും അപ്പവും കൂടിയിട്ട് ഞങ്ങളിങ്ങനെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചെർപ്പളശ്ശേരി ഒറ്റപ്പാലം റൂട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ LSN കോൺവെൻറ്റ് കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞ ഉടനെ റോയൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു ജംഗ്ഷനാണുള്ളത്. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ സെങ്കുപ്ത റോഡിലേക്ക് ഞങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അറ്റത്താണ് നമുക്ക് ലക്ഷ്മി തിയേറ്റർ കാണാൻ പറ്റുക. ലക്ഷ്മി പിക്ചർ പാലസ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പം ഞങ്ങളങ്ങനെ പാലക്കാട് പട്ടാമ്പി റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് എല്ലാവർക്കും ഒരുവിധം അറിയുണ്ടാവും, ഒറ്റപ്പാലത്തെ അശ്വിനി ഹോസ്പിറ്റലാണ്. അത് കഴിഞ്ഞ് നമ്മൾ മെല്ലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിയമ്പുറം തോട്, അവിടെ ചെറുതായിട്ട് ഒരു പാലം ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഭാഗം എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ. ഇനി അങ്ങനെ കുറച്ച് കൂടിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അവിടെ എത്തിച്ചേരുന്നത്. അതാണ് നമ്മുടെ ഊട്ടുപുര ഗണപതി ക്ഷേത്രം. ഇതാണ് അതിൻ്റെ എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മുപ്പട്ട് വെള്ളിയാഴ്ചയാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ് രാവിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസാദമൊക്കെ കിട്ടാൻ തന്നെ ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണുള്ളത്. അപ്പം ഞാൻ ഒരുപാട് വൈകിട്ടാണ് പോയത്. ഒരു 11:30 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. കാരണം ഒരു 9 മണി മുതൽ ഇവിടെ അടുക്കാൻ പറ്റാത്ത അത്രയ്ക്ക് തിരക്കായിരിക്കും, ജനത്തിരക്കായിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതുവരെ എനിക്ക് ഈ പൂജയിൽ പങ്കെടുക്കാനോ വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം നമുക്ക് ലീവ് ആയതുകൊണ്ടാണ് ഇന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഓരോ കുട്ടകളിലാക്കിയിട്ട് നാളികേരമേറ് ഗണപതിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. അപ്പോൾ അത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറെ പ്രതിഷ്ഠകളോ ഒന്നുമില്ല. ആകെ നമുക്ക് ഒരേ ഒരു പ്രതിഷ്ഠ ഗണപതിയുടെ മാത്രമാണ്. അപ്പോൾ അവിടെ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, വിളക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇത്രയും ആളുകളുണ്ട്, ഒരുപാട് വണ്ടികളിവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ 11:30 മണിക്കും ഇത്രയും തിരക്കുണ്ടെങ്കിൽ 9 മണി അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇവിടെ ഈ ഒരു ഫുൾ സ്ഥലത്തും ജനത്തിരക്കായിരിക്കും ഉണ്ടാവുക. നമുക്ക് പെട്ടെന്നൊന്നും പ്രസാദം കിട്ടാറേ ഇല്ല എന്നുള്ളതാണ് മുന്നേ പോയവരൊക്കെ പറയാറുള്ളത്. പക്ഷേ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഈ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് അവിടെ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രസാദമൊക്കെ വാങ്ങി ഇങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ച് ഞാനും ഒപ്പം കൂടിയിട്ട് ഓട്ടോയിൽ തന്നെ അങ്ങോട്ട് മടങ്ങുകയാണ് ചെയ്തത്. അതായത് നമ്മൾ വണ്ടി വിളിച്ചൊക്കെ പോവുകയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 11:30 ആ ഒരു 11:15 സമയത്തൊക്കെ പോവുകയാണെങ്കിലാണ് നമുക്ക് കൃത്യമായിട്ട് തൊഴുത് അപ്പം തന്നെ പ്രസാദവും വാങ്ങി തിരിച്ചു പോരാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ പൂജയ്ക്കും വഴിപാടിനൊക്കെ നെക്സ്റ്റ് ടൈമിലേക്ക് ബുക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അതിനും ഒരു സൈഡിൽ ഭയങ്കര ക്യൂ ആവും ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ കൂട്ടിയേ ബുക്ക് ചെയ്തത് കൊണ്ടും വൈകി പോയതുകൊണ്ടുമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചെത്താൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓട്ടോ വന്ന് ഇറങ്ങി കാശൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടുത്തെ പ്രസാദമൊന്നും തൊടാൻ തന്നെ നമുക്കൊരു സമയം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും കയ്യിൽ പായസത്തിൻ്റെ ഇതിൻ്റെയൊക്കെ പാത്രമുള്ളതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രസാദങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ എനിക്കും അപ്പൂവിനൊക്കെ കിട്ടിയത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വേറെ ഉപപ്രതിഷ്ഠകളോ ഒന്നുമില്ല അവിടെ, ആകെ ഗണപതി മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരെ കാണുന്ന ആ ഒരു കുഞ്ഞ് വിഗ്രഹമാണ്, പക്ഷേ അത് ഫുള്ളായിട്ട് മാല കൊണ്ട് മൂടിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇന്ന് കറുകമാലയാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രസാദം കേട്ടോ. ഇതാണ് ഒറ്റപ്പം എന്ന് പറയുന്നത്. നമുക്ക് മുപ്പട്ട് വെള്ളിയാഴ്ച പൊതുവേ എല്ലാവരും ചെയ്യുന്ന ഒരു വഴിപാടാണ് ഗണപതി ക്ഷേത്രങ്ങളിലൊക്കെ ഒറ്റപ്പം കഴിക്കുക. അതേപോലെ തന്നെ ഇവിടുത്തെ വിശേഷാൽ പൂജയാണ് കാര്യസിദ്ധി പൂജ. എല്ലാ മുപ്പട്ട് വെള്ളിയാഴ്ചകളിലുമാണ് ഇതുണ്ടായിരിക്കുക. അതേപോലെ തന്നെ മുപ്പട്ട് ഞായറാഴ്ചയും ഇവിടെ എന്തൊക്കെയോ പ്രത്യേക പൂജകളൊക്കെ ഉണ്ട്. ഈ 2 ദിവസങ്ങളിൽ ഭയങ്കര പ്രാധാന്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കവിടെ അടുക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്നും എടുക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് ഞാനും പെട്ടെന്ന് പോരേണ്ടത് കൊണ്ട് ഒരു 11:30 പോയിട്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പായസവും അപ്പവും വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അമ്പലത്തിലേക്ക് പോയ സമയത്ത് അവിടെ നമ്മൾ വഴിപാട് വിവരങ്ങളുടെയൊക്കെ ഒരു ബോർഡ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ സൈഡിലുണ്ടായിരുന്നതാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാ മുപ്പട്ട് വെള്ളിയാഴ്ചകളിലുമാണ് കാര്യസാധ്യ പൂജ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൂജ അവിടെ നടക്കുന്നത്. വേണ്ടവർ മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്യണം. അവർ പറയുന്ന ഏകദേശമൊക്കെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 4-5 ദിവസം മുന്നേ പറയണം എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ പിന്നീടാണ് നമ്മൾ അറിയുന്നത്. കാരണം ഏകദേശം 10,000-3000 ലിസ്റ്റ് തന്നെ, ഒരാൾ തന്നെ വന്നു കഴിഞ്ഞാൽ വലിയൊരു ലിസ്റ്റും കൊണ്ടാണ് വരിക. വന്നു കഴിഞ്ഞാൽ അത്രയും പേരുടെ പേർക്കുള്ള പൂജകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് ആളുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതെല്ലാ മാസത്തിലെയും മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് ഈ കാര്യസാധ്യ പൂജ നടക്കുന്നത്.
പിന്നെ അതേപോലെ തന്നെ മുപ്പട്ട് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് നമുക്ക് ഭഗവത് സേവ അവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും പ്രധാനപ്പെട്ട രണ്ട് വഴിപാടുകളാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് മംഗല്യപൂജയും അതേപോലെ തന്നെ ശ്രീവിദ്യാ പൂജ, അങ്ങനെ ഒരു 2 പ്രധാനപ്പെട്ട വേറൊരു പൂജയും കൂടി അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അത് എല്ലാ മാസത്തിലെയും 30 ഞായറാഴ്ചകളിൽ മാത്രമാണ് ഈ 2 പൂജ നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതെല്ലാം ഞായറാഴ്ച ദിവസവും ഇതേ തിരക്ക് തന്നെയായിരിക്കും. കാരണം വിവാഹം നടക്കാത്ത ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് മംഗല്യപൂജ, അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ശ്രീവിദ്യാ പൂജയൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈ 2 പൂജകളും എല്ലാ മാസത്തിലും 30 ഞായറാഴ്ചകളിലും അതേപോലെ തന്നെ അത് രാവിലെ തന്നെയാണ് ഇതേപോലെ തന്നെ നടത്തുന്നത്. എല്ലാ 30 വെള്ളിയാഴ്ചയും കാര്യസാധ്യ പൂജയും വൈകുന്നേരം ഭഗവത് സേവയും. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടാണ് അപ്പം മാല എന്ന് പറഞ്ഞിട്ട്. അതായത് അത്രയ്ക്ക് 250 രൂപയാണ് ആ ഒരു വഴിപാടിന് വരുന്നത്. നമ്മളത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഗണപതിനെ അപ്പം കൊണ്ട് മൂടുന്ന പോലെ തന്നെയാണ്. പിന്നെ കൂട്ടപ്പം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഒരു 7000 രൂപ വരുന്നുണ്ട് അതിൻ്റെ ചിലവ്. അപ്പോൾ ഒരാൾക്കത് നമ്മൾ കാര്യം നടന്നു കഴിഞ്ഞാൽ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അരക്കൂട്ട് കാൽക്കൂട്ട് അങ്ങനെ അതിൻ്റെ പകുതിയായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ ഗണപതിയുടെ അമ്പലം ആയതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് അപ്പം തന്നെയാണ്. ഒറ്റപ്പം കഴിക്കുക, അതേപോലെ തന്നെ കറുകമാല, അതുപോലെ നാളികേരം ഉടയ്ക്കൽ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വഴിപാടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ വലിയൊരു ബോർഡായിട്ട് ഇവിടെ കൊടുത്തുകൊണ്ട് നമുക്ക് വീഡിയോയിൽ ഫുള്ളായിട്ട് തന്നെ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പകുതിയായിട്ട് ഞാൻ ഈ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വന്ന് തൊഴാവുന്നതാണ്. അപ്പോൾ ഈ 30 ആഴ്ചകളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഏകദേശം ആ ഒരു സമയത്തിനനുസരിച്ചൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നിൽക്കാം. അതല്ല നമുക്ക് ആ തിരക്കാണെങ്കിലും കുഴപ്പമില്ലെങ്കിൽ അത്രയും നേരം നിന്ന് ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ 30 വെള്ളിയാഴ്ച വിശേഷങ്ങളും ഊട്ടുപുര ഗണപതി ക്ഷേത്രം. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ച് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രദേശത്തുള്ളവർക്കൊക്കെ എന്തായാലും അറിയുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇതേപോലെ തന്നെ വരാനും തൊഴുകാനൊക്കെ സാധിക്കുമെങ്കിൽ എല്ലാവരും അത് ചെയ്യുക. അവരുടെയും കൂടി അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്തൊരു സംഭവം എന്ന് പറയുന്നത്. എപ്പോഴും ഇത് കാണിക്കണമെന്ന് വിചാരിക്കും, പക്ഷെ മറന്നു പോകും. ഇപ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോഴാണ് അപ്പോൾ പ്രത്യേകിച്ച് ഓർത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കുന്നുണ്ട്. ലേസർ പോയിൻ്ററാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ട് കുറച്ചായിരുന്നു. അപ്പോൾ നമ്മളത് കാണിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനെ ഓർത്ത് പറഞ്ഞതാണ് ഈ ഒരു സംഭവം കാണിക്കാമെന്നുള്ളത്. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും 2 ബാറ്ററിയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ പകലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് രാത്രിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ ഇതിൻ്റെ ലൈറ്റ് എന്ന് പറയുന്നത്. കാരണം രാത്രി ഇരുട്ടത്തൊക്കെ ഞങ്ങൾ ആകാശത്തേക്ക് നമുക്കിങ്ങനെ അടിച്ച് നോക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ദൂരം ഈ ഒരു ലൈറ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു പവറുള്ളൊരു ലൈറ്റ് തന്നെയാണിത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ വേറൊരു സംഭവം കൂടിയുണ്ട്. അതിൻ്റെ ഏറ്റവും ആ ഒരു പോയിന്റ് ചെയ്യുന്ന ഭാഗത്ത് തന്നെ വേറൊരു ഐറ്റംസ് കൂടിയിട്ട് അവിടെ നമ്മൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വെറൈറ്റി മോഡലുള്ളൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, നമ്മൾ മുകളിലത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ നല്ല ഭംഗിയിൽ പല ഡിസൈനിലൊക്കെ നമുക്ക് ലൈറ്റ് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ലേസറിൻ്റെ ഒരു പോയിൻ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് ഇതിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവന് ഒരുപാട് ഇഷ്ടമായിട്ട് വേണമെന്ന് പറഞ്ഞു കുറേ നാളുകളായിട്ട് പറയുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് വാങ്ങിയിട്ട് കുറച്ചായിരുന്നു. പക്ഷെ നമുക്ക് എപ്പോഴും ഓരോ തിരക്കുകൾ കാരണം അങ്ങനെ കാണിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇന്നിപ്പം ഫ്രീ ആയതുകൊണ്ട് പെട്ടെന്നാണ് ഈ ഒരു ലൈറ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പം അതും കൂടി എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ നല്ല രസമാണ് കേട്ടോ രാത്രി നേരത്തൊക്കെ ഇത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.